ഈ ഫോൺ ഏതാണെന്ന് അറിയാവോ? ഇത് S22 Ultra ആണ്. 2022 ലോഞ്ച് ചെയ്ത സാംസങ്ങിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഇത്. ഇന്ന് ഈ ഫോൺ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഷോപ്പിലോ ഓൺലൈനിലോ ഒന്നും അവൈലബിൾ ആയിരിക്കുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയിട്ട് ഇപ്പോഴും ആളുകൾ വാങ്ങുന്ന ഒരു മോഡലാണിത്. 2026 S22 Ultra നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വാങ്ങണമെന്നും ഇനി അഥവാ വാങ്ങണ്ട എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വാങ്ങരുതെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. S22 Ultra ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാംസങ്ങിന്റെ നോട്ട് സീരീസ് ഡിസ്കണ്ടിന്യൂ ചെയ്തത് 2021 ലാസ്റ്റോട് കൂടിയായിരുന്നു. പക്ഷെങ്കിൽ നോട്ട് സീരീസിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു ഇതിന്റെ ഈ S Pen എന്ന് പറയുന്നത്. S Pen പക്ഷെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാംസങ് തയ്യാറല്ലായിരുന്നു. S സീരീസിലേക്ക് S Pen ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാംസങ്ങിന്റെ S22 സീരീസിലാണ്. ഇന്നും സാംസങ്ങിന്റെ S24, 25, 26 വരാൻ പോകുന്നതിലും S Pen ഉണ്ട്. അപ്പം സാംസങ്ങിന്റെ S സീരീസിനെ മറ്റ് കമ്പനികളുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമാണ് ഇതിന്റെ S Pen. ആ ഒരു S Pen-ഉം നമുക്ക് S22 Ultra-യിൽ ലഭിക്കുന്നുണ്ട്. 2026 ഈ ഒരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലോഞ്ച് ചെയ്ത് 4 വർഷത്തിന് ശേഷം ഈ ഒരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോൺ വാങ്ങണം? ഞാൻ ഈ ഒരു ഫോൺ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എവിടെ നിന്ന് വാങ്ങി, എങ്ങനെ വാങ്ങി എന്നുള്ള കാര്യം ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. എത്ര രൂപയ്ക്കാണ് വാങ്ങിയെന്നുള്ളതും വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാറ് അവസാനം വരെ കണ്ടുകൊള്ളുക. ഈ ഫോൺ ഞാൻ വാങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം, ഇന്ന് സാംസങ്ങിന്റെ S സീരീസിൽ ഇല്ലാത്ത ഒരു കാര്യം ഈ S22 Ultra-യിലുണ്ട്. അതായത് കർവ് ഡിസ്പ്ലേ. കർവ് ഡിസ്പ്ലേയിൽ ഇപ്പം ഒരു കമ്പനികളും ഫോണുകൾ അങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നില്ല. അതിന് കാരണം കർവ് ഡിസ്പ്ലേയിൽ കംപ്ലൈന്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് താഴെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്പ്ലേ പൊട്ടിപ്പോകും. അതേപോലെ തന്നെ ഇതിന്റെ റിപ്പയറിംഗ് കോസ്റ്റും വളരെ കൂടുതലാണ്. S22 Ultra-യിലും S23 Ultra-യിലും ആയിരുന്നു കർവ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നത്. 24-ലും 25-ലും കർവ് ഡിസ്പ്ലേ ഇല്ല. ഇനി 26-ലും ആ രീതിയിലുള്ള ഡിസ്പ്ലേ അല്ല വരാനായിട്ട് പോകുന്നത്. അപ്പം ഒരു കർവ് ഡിസ്പ്ലേ ഫോൺ കുറച്ച് പ്രീമിയം സെഗ്മെന്റിലുള്ളത് യൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ S22 Ultra എടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഡിസ്പ്ലേ സൈസ് 6.8 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. 120 ഹെർട്സിന്റെ ഡൈനാമിക് അംലോഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതായത് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നിങ്ങൾ OTT കണ്ടന്റുകളും മൂവീസും മൾട്ടിമീഡിയ കണ്ടന്റുകളൊക്കെ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ നല്ല കിട്ടിലൻ ഡിസ്പ്ലേ ആണ്. 1750 നിറ്റ്സ് ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത്. നിങ്ങൾ ഔട്ട്സൈഡിലൊക്കെ ഈ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഈ ഫോണിൽ ഉണ്ടാകത്തില്ല. നല്ല ക്ലാരിറ്റി, നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഡിസ്പ്ലേ പെർഫോമൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൽ 45 വാട്ട്സ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഈ ഒരു സമയത്ത് 2026 100 വാട്ട്സ് 200 വാട്ട്സിന്റെ ഒക്കെ ഫോണുകൾ മാർക്കറ്റിലുള്ള സമയത്ത് 45 വാട്ട്സിന്റെ ചാർജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല. ഇതിൽ വയർലെസ് ചാർജിംഗ് ഉണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഉണ്ട്. അതിനോടൊപ്പം 45 വാട്ട്സിന്റെ ചാർജിംഗ് ആണെങ്കിൽ ഒരു 1 അവറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ആക്കി എടുക്കാൻ പറ്റും. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. റാം വരുന്നത് LPDDR5 ആണ്. UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. ഡുവൽ ലൗഡ് സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. 4 വർഷത്തിന് ശേഷവും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു രീതിയിലുള്ള പ്രശ്നവും ഞാൻ ഇത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഫോണാണ്. കുറച്ച് വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ വെയിറ്റ് 228 ഗ്രാം ആണ്. ഈ വെയിറ്റ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുന്നുണ്ട് അത്രയും വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഞാനിത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഒരു വെയിറ്റിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇതിന്റെ സൈസിന്റെ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സാധാരണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ കോർണർ നമ്മുടെ കയ്യിൽ വന്ന് ഇങ്ങനെ മുട്ടി നമുക്ക് വേദന എടുക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നവും ഞാൻ ഇത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഫുൾ ടൈം ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പം അങ്ങനെ തോന്നാം. പക്ഷെങ്കിൽ ഞാനിത് കവറൊക്കെ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോർണറിന്റെ ഷാർപ്നെസ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഈ ഫോണിന്റെ ഇന്ത്യൻ വേരിയന്റിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസസർ ആയിരുന്നു വന്നിരുന്നത്. ആ ഒരു പ്രോസസറിന്റെ പ്രശ്നം എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓവർ ഹീറ്റിന്റെ ഒരു ഇഷ്യൂ ഉള്ള പ്രോസസറാണ് ഇതിൽ യൂസ് ചെയ്തിരുന്നത്. 4 വർഷത്തിന് ശേഷം യൂസ് ചെയ്യുമ്പോൾ ഈ ഫോണിൽ ഓവർ ഹീറ്റിന്റെ പ്രശ്നം എങ്ങനെ ഉണ്ടെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ക്യാമറ. 108 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്യാമറയാണ്, മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിന്റെ ക്യാമറയൊക്കെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കയറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഇതിന്റെ ക്യാമറയെ പ്രശംസിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന വീഡിയോകൾ കാണാൻ സാധിക്കും. മലയാളത്തിലും അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയ്ക്ക് പോപ്പുലർ ആയിട്ട് ആ സമയത്ത് നിന്നൊരു ഫോണും അതിന്റെ ക്യാമറയുമാണ് ഈ കാണുന്നത്. 12 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 10 മെഗാപിക്സലിന്റെ 3S ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഒപ്പം 10 മെഗാപിക്സലിന്റെ 10x പെരിസ്കോപ്പ് ലെൻസും ഈ ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ സെൽഫി ക്യാമറ 40 മെഗാപിക്സലിന്റെ ആണ്. H22 Ultra-യിൽ നിന്ന് S23 Ultra-യിലേക്ക് വന്നപ്പം സെൽഫി ക്യാമറ എനിക്ക് തോന്നുന്നു 12 മെഗാപിക്സലോ അങ്ങനെ എന്തോ കുറച്ചിരുന്നു. സാധാരണ അപ്ഗ്രേഡ് ചെയ്താണ് പോകാറുള്ളത്. പക്ഷെങ്കിൽ S23-ലേക്ക് വന്നപ്പം മെഗാപിക്സൽ S23-ൽ കുറഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും S22 Ultra-യുടെയും S23 Ultra-യുടെയും സെൽഫി ക്യാമറയിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. കുറച്ചധികം നേരം കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവും. ഓവർ ഹീറ്റ് ആയിട്ട് ഫോൺ ഓഫ് ആകുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഓവർ ഹീറ്റ് ആവും. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ കവറിന് മുകളിലൂടെ ആ ഹീറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ അത്രയും ഹീറ്റ് ആകുന്ന ഒരു പ്രശ്നം കൂടെ ഈ ഫോണിനുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് S22 Ultra-യുടെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തുകൊണ്ടാണ്. ഇതിന്റെ ക്യാമറയെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് വളരെ പോപ്പുലർ ആയിരുന്നു. 100x സൂം ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ചന്ദ്രന്റെ ഒക്കെ ഫോട്ടോ, മൂണിന്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് ഒരുപാട് പേര്
യൂട്യൂബിലൂടെ വീഡിയോകളാക്കിയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അത്രയ്ക്ക് വലിയൊരു സംഭവമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ തോന്നുന്നില്ല. ഒരു പക്ഷേ ആ സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ക്യാമറയാണ്. ഇത്രയും വർഷങ്ങളിൽ വന്ന അപ്ഡേറ്റുകൾക്ക് ശേഷം ക്യാമറ വളരെ മോശമായി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ക്വാളിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ വീഡിയോ പെർഫോമൻസിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോ ഇതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫോണിൽ AI ഫീച്ചേഴ്സ് കിട്ടുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. AI ഫീച്ചേഴ്സ് കിട്ടും. എല്ലാ ഇപ്പോൾ S25 അൾട്രയിലുള്ള എല്ലാ AI ഫീച്ചേഴ്സും ഇതിൽ വരുന്നില്ല. എന്നാലും നമുക്ക് ആവശ്യമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിലും അപ്ഡേറ്റുകളിലൂടെ നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഫോൺ ഇനിയും വാങ്ങണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കൊരു വലിയ ഡിസ്പ്ലേ ഉള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ട്, അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ വാങ്ങണമെന്നാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ S22 അൾട്ര ഇപ്പോഴും വാങ്ങുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമതായിട്ട് നല്ല അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഒരു ഫോണിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഒത്തിരി OTT കണ്ടന്റുകളും മൾട്ടിമീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ഈ സമയത്തും വാല്യൂ ഫോർ മണി ആയിട്ട് കരുതാം. ഇനി ഈ ഫോൺ വാങ്ങരുതെങ്കിൽ എന്തുകൊണ്ട് വാങ്ങരുത് അതിനെക്കുറിച്ച് പറയാം. ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 4 വർഷം കഴിയുന്നു. അപ്പം 4 വർഷം കൊണ്ട് ഈ ഫോണിൽ കിട്ടാവുന്ന മാക്സിമം അപ്ഡേറ്റുകളൊക്കെ തന്നെ തീർന്നു. അതായത് കമ്പനി പ്രോമിസ് ചെയ്തിരുന്നത് 4 മേജർ അപ്ഡേറ്റുകളായിരുന്നു. ഇപ്പൊ ഈ ഫോണിലെ ലാസ്റ്റ് അപ്ഡേറ്റ് കിട്ടിയത് Android 16 ആണ്. Android 16 മേപ്പോട്ടുള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഈ ഫോണിൽ ഇനിയും വരത്തില്ല. ഇതാണ് ലാസ്റ്റ് അപ്ഡേറ്റ്. One UI 6.1 ഈ ഫോൺ ലോഞ്ച് ചെയ്തത്. ഇപ്പൊ ഇതിൽ One UI 8 ആണ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ലാസ്റ്റ് UI അപ്ഡേറ്റും 8 ആയിരിക്കാനാണ് സാധ്യത. ചിലപ്പം S22 യൂസേഴ്സിന് ഭാഗ്യമുണ്ടെങ്കിൽ 8.5 അപ്ഡേറ്റ് കൂടെ S22 അൾട്രയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തോട്ട് ഈ ഫോണിൽ ഇനി അപ്ഡേറ്റുകൾ ലഭിക്കത്തില്ല. രണ്ടാമതായിട്ട് ഈ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. ഈ ഫോണിൽ ഇപ്പോഴല്ല, ഈ ഫോൺ ലോഞ്ച് ചെയ്ത് അപ്ഡേറ്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇതിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ ഒക്കെ സാംസങ് കുറച്ചു കാലം മാറിക്കൊടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പം ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാറുന്ന ഒരു സ്കീമൊക്കെ സാംസങ് എടുത്തു കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ഫോണുകളിലും ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുമെന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കമ്പാരിറ്റീവ്ലി മറ്റു ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ S22 അൾട്രയ്ക്കും S23 അൾട്രയിലും കൂടുതലാണ്. അടുത്തത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിലെ പ്രോസസറിന്റെ കാര്യമാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസസർ കുറച്ച് ഓവർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസറാണ്. അപ്പം ഗെയിമിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഓവർ ഹീറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ക്യാമറ കുറച്ച് നേരം നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫോൺ ഓവർ ഹീറ്റ് ആകുന്ന ഒരു പ്രശ്നമുണ്ട്. ചെറിയ രീതിയിൽ ക്യാമറ യൂസ് ചെയ്യാനും അതേപോലെ മൾട്ടിമീഡിയ കണ്ടന്റ് അങ്ങനെയൊക്കെയുള്ള ഒരു ആവശ്യത്തിനും പിന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആവശ്യത്തിനും 2026 ഈ ഫോൺ ഓക്കെ ആണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സെക്കൻഡ് ഹാൻഡ് ഫോൺ ഇത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വളരെ മോശമായിരിക്കും. എന്തായാലും ഞാൻ ഈ വാങ്ങിയ ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി അത്ര മോശമല്ല. ഒരു ഫുൾ ചാർജിൽ എനിക്ക് ഒരു ദിവസം മൊത്തം നോർമൽ യൂസിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവും. അടുത്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ് ഗ്ലാസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ കർവ് ഗ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പറ്റിയ സ്ക്രീൻ ഗാർഡുകൾ ഒന്നും തന്നെ അവൈലബിൾ ആയിരിക്കത്തില്ല. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ഫിലിമാണ് ഒട്ടിച്ചിരിക്കുന്നത്. സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ ഗാർഡ് പൊട്ടി ഇളകി പോകും. അപ്പോൾ അതുകൊണ്ട് അത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് സ്ക്രീൻ ഗാർഡിന്റെ പരിപാടി നടക്കത്തില്ല. ഇത്രയൊക്കെ പ്രശ്നങ്ങളാണ് 2026 ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇനിയും ഈ ഒരു ഫോണിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഇരിക്കുന്നത് 12GB RAM 512GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള ഫോണാണ്. ഈ ഫോണിന്റെ മാർക്കറ്റ് പ്രൈസ് ഇപ്പൊ എത്ര കിട്ടുമെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് കമന്റ് ചെയ്ത് നോക്കിയോ. എന്തായാലും ഇപ്പം മാർക്കറ്റിൽ നിങ്ങൾ ഒരു ഷോപ്പിൽ നിന്നാണ് ഈ ഫോൺ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 35,000 രൂപ തൊട്ട് 40,000 രൂപ വരെ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും യൂസ് ചെയ്യുന്ന ഒരാളുടെ നിന്നാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 25,000 തൊട്ട് 30,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പം ഈ ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് വാങ്ങാതിരിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഇത്രയും പഴയ ഒരു ഫോണാണ്, 4 വർഷം യൂസ് ചെയ്ത ഫോണായിരിക്കും നമ്മൾ വാങ്ങാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഫോണിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബാറ്ററി ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ബാറ്ററിക്ക് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ 3000 രൂപയോട് അടുത്താവും നമ്മൾ ഇതിലെ ബാറ്ററി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറാനായിട്ട് കുറഞ്ഞത് 22,000 രൂപ ഇതിന്റെ ഡിസ്പ്ലേ മാറാനായിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും. അതായത് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രെയിം മൊത്തമായിട്ട് മാറേണ്ടി വരും. 22,000 രൂപയാണ് ഇതിന്റെ ഡിസ്പ്ലേക്ക്. ഒറിജിനലിന് 10,000 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കൽ ഡിസ്പ്ലേ ഇടാൻ പറ്റും. പക്ഷെങ്കിൽ ഇത്രയും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു ഫോണിൽ ലോക്കൽ ഡിസ്പ്ലേ ഒക്കെ യൂസ് ചെയ്യുന്നത് ഒട്ടും നല്ലൊരു കാര്യമായിരിക്കത്തില്ല. ഒറിജിനൽ ഡിസ്പ്ലേയിൽ മാത്രമേ ഇതിന്റെ ആ ഒരു ക്വാളിറ്റിയും ഇതിന്റെ ആ ഒരു
ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഈ ഫോൺ OLX കണ്ട് OLX നിന്നാണ് പർച്ചേസ് ചെയ്തത്. നിങ്ങൾ ആരെങ്കിലും OLXന്റെ ത്രൂ ഫോണുകൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അത് അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാര്യം കമന്റ് ചെയ്യുക. എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഏത് ഫോൺ OLX നിങ്ങൾ പർച്ചേസ് ചെയ്താലും ബില്ലും ബോക്സും ഉണ്ടെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാവൂ. IMEI നമ്പറൊക്കെ കറക്റ്റ് മാച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം ഉറപ്പിച്ചതിന് ശേഷമേ പർച്ചേസ് ചെയ്യാവൂ. അല്ലാതെ ഒരു ഡീലിലും നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ പോലും സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുമ്പോൾ ബില്ലുണ്ടോ എന്ന് നോക്കുക. അതേപോലെ ബോക്സിലെയും ഫോണിലെയും IMEI നമ്പർ സെയിം ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവൂ. ഞാൻ ഈ ഫോൺ വാങ്ങിയതിന് ശേഷമാണ് ഇതിൽ One UI 8 അപ്ഡേറ്റ് വന്നത്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോണിൽ ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഇല്ല. ഈ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരു കവർ ഇട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 256GB വേരിയന്റ് ആണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 20,000 15 തൊട്ട് 20,000 രൂപയ്ക്ക് നല്ല കണ്ടീഷനിലുള്ള ഫോൺ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു പാർട്ടിയുടെ തന്നെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.